ഷിഫ്ക വാ. ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പെരുന്നാളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുതപ്പ് കഴുകാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പോകട്ടെ, ലോണ്ടറിയിലേക്ക് പോവാണ്. അതേപോലെ തന്നെ ഒരു സ്പെയർ കീയും കൂടി ഉണ്ടാക്കണം. റൂമിനാകെ ഒരു കീയേ ഉള്ളൂ. അപ്പോൾ നാളെ ഞങ്ങൾ പല ടൈമിലാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കീ അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം ഇത് കൊടുത്തിട്ട് നമ്മൾ സ്പെയർ കീ ഉണ്ടാക്കാനായിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിവിടെയൊക്കെ കൊടുത്ത് ബില്ല് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി വന്നിക്കാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിൽ. ഇങ്ങനൊന്നും ഉണ്ടാവാറില്ല, നല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി ഒരു 3 സ്റ്റോപ്പ് അപ്പുറമാണ് കേട്ടോ. ഞങ്ങൾക്ക് നടക്കാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ വന്നതാണ്. എന്നിട്ട് ബസ്സിന് വന്ന് ഇവിടെ ഇറങ്ങി. നമുക്ക് ഷോപ്പൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. കൊള്ളാല്ലേ, നമ്മളോട് തഞ്ചങ്ങാടി പോലെ ഉണ്ടല്ലേ. അങ്ങനെ അവസാനം ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മാർക്കറ്റാണ്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ്. എനിക്ക് കിട്ടിയില്ലല്ലോ. ഒന്ന് ഷിഫ്കാക്ക്, ഒന്ന് എനിക്ക് കീ ചെയിനുള്ളതാണോ? അതാകുമ്പോൾ ഷിഫ്കാക്ക് പേഴ്സി വെക്കാല്ലേ. ഈ പുതിയ കീ കൊണ്ടൊന്ന് ഡോർ തുറന്ന് നോക്കാട്ടാ. പിന്നെ നമ്മൾ നേരെ പോയത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാന്. ചിരണ്ടില്ലേ നമ്മളൊന്ന് വാങ്ങി. ഇതിന്റെ വാല രസമുണ്ടല്ലേ. ഇവിടെ പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഏത് മീൻ വാങ്ങിയാലും ഇവർ തന്നെ നന്നാക്കി തരും. കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഖത്തറിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ മീൻ നന്നാക്കി എടുക്കേണ്ട, മീൻ ക്ലീൻ ആക്കി എടുക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. കാരണം എനിക്ക് ഒന്നാമത് വലിയ ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ ഇവരത് നമ്മൾ ചെറിയ മീനായാലും ഇവരത് ചെയ്ത് തരുന്നുണ്ട്, ക്ലീൻ ആക്കി തരുന്നുണ്ട്. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമില്ല. ഇനി പോയിട്ട് മൈലാഞ്ചി ഇടണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. പക്ഷെ ഒട്ടും ടൈമില്ല, അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ പോവാം കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ കിടന്നതിന് ശേഷം ഒരു 3:30 ആയപ്പോൾ എണീറ്റിട്ടാ. എന്നിട്ട് വേഗം നമ്മൾ കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ടൈമിൽ പോയാലാണ് നമുക്ക് പള്ളിയുടെ കയറാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല റൂട്ടിലൊക്കെ നിസ്കരിക്കേണ്ടി വരും. പിന്നെ ഇവിടങ്ങളിൽ ലേഡീസും കൂടി പള്ളിയിൽ പോകും. ഞാൻ ആദ്യമായിട്ടാട്ടോ അറിയുന്നത്. കാരണം ഞാൻ വിചാരിച്ചു, നമ്മൾ തറാവീനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതേപോലെ കുറച്ച് പേരെങ്ങാനും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലുള്ള മൊത്തം ലേഡീസ് എന്തായാലും വന്നിട്ടുണ്ടാവും. കാരണം അത്രയധികം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണുങ്ങൾ മാത്രമല്ല, വലിയ പള്ളിയാണ്. ജെൻസും ലേഡീസും അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ പള്ളിയുടെ ഉള്ളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസിനെക്കാട്ടും കൂടുതൽ ലേഡീസ് ആ പള്ളിയുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല കേട്ടോ. പുറത്ത് തന്നെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പുറത്തേക്കാണ് പോയത്. കാരണം അവിടെ പള്ളിയുടെ ഉള്ളിൽ കയറുന്നവർക്ക് തന്നെ പോലീസുണ്ട്, ലേഡീസാണ് പോലീസ്. അപ്പോൾ അവരൊന്നും സമ്മതിക്കണില്ല പള്ളിയുടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. വേഗം പുറത്ത് തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി. കാരണം പള്ളിയുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة الله أكبر فاستغفروه إنه هو الغفور الرحيم.
الحمد لله الحمد لله أكرمنا. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്ത് നിന്നൊക്കെ പോകുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താനായിട്ടാ നിൽക്കണത്. നല്ല തിരക്കുണ്ട്. കാരണം അതിന്റെ ഇടയിൽ നിന്ന് പോകുന്ന കിട്ടാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടോ. ഇനിയും നമുക്ക് നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക്. ഇപ്പൊ ദാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം എന്താ പോയിട്ട് കിടന്ന് ഉറങ്ങാം, ഫുഡ് കഴിക്കുക. അതിന് ശേഷം എന്താ പുറത്ത് പോവുള്ളൂ. അപ്പൊ അതിനായിട്ട് പോവാണ്. ഷിഫ്ക വാ. ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നോക്കട്ടെ. ഇല്ല, പോവാ. ചാവിക്ക് തന്നോ, ഞാൻ എൻ്റെ ബാഗിലിട്ടുണ്ട്. ഞാൻ എടുക്കും. ഷിഫ്കാക്ക് ആ ഡ്രസ് ഇട്ടിട്ട് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല കേട്ടാ. കാരണം എന്തോ ഒരു നാണക്കേടൊക്കെ. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ആ ഒരു കന്തൂറൊക്കെ ഇടുന്ന കേട്ടാ. പിന്നെ നമ്മളിപ്പോ പോകുന്നത് എന്റെ 2 കസിൻസ് ഉണ്ടല്ലോ, മുന്നുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഇതേപോലെ കന്തൂറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് വന്നേക്കാണ് കേട്ടാ. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് അസീസിയയിലാണ്. അപ്പൊ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. കാരണം എല്ലാരും വെടിക്കെട്ട് കാണാൻ പോകേണ്ട തിരക്കിലാണ്. അപ്പോ ഞങ്ങൾക്കും അങ്ങനെ പോവാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ പോകട്ടോ. അങ്ങനെ ദാ അവര് വരുന്നുണ്ട്. അവര് നല്ല ലുക്കിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. രണ്ടുപേരും വരുന്നത് കാണാൻ തന്നെ. അങ്ങനെ അവരെ കുറെ നേരം കാത്തു നിന്ന്. അതിനുശേഷം ഞങ്ങളല്ലാണ്ട കാത്തു നിന്ന്, അവര് ഞങ്ങളെ കാത്തു നിന്ന്. പിന്നെ അങ്ങനെ നമ്മളിവിടെ എല്ലാരും കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കലാണ് കേട്ടാ. പിന്നെ ഒരു 2 മണിക്കൂറോളം നമ്മ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. ഇവരുടെ ഫോട്ടോഷൂട്ട് ഒന്നും കഴിയണില്ല കേട്ടോ. കാരണം കുറേ ടൈം ഇതിന് വേണ്ടിട്ട് തന്നെ നമ്മൾ നിന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് 3 പേർക്കും തന്നെ സാറ്റിസ്ഫൈഡ് ആവണില്ല എടുക്കുന്നതൊന്നും. പിന്നെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഫുൾ ഫോട്ടോഷൂട്ടും ഫുൾ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ഫുള്ള് കണ്ടു കഴിഞ്ഞ് കുറേ നടക്കാനുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നല്ല ക്ഷീണമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ട് അങ്ങനെ പിരിയാന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ അവരവിടെ നിസ്കരിക്കാൻ പോയി. പാർക്കിൽ തന്നെ ഒരു നിസ്കരിക്കാനുണ്ട്. അപ്പോൾ അവരുടെ ബാക്കിൽ ഇവരും അങ്ങനെ നിസ്കരിക്കാൻ കൂടി. അപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നോക്കി വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ജ്യൂസൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും അതേപോലെ ഒരു ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അതാണ് കുറച്ച് എനിക്ക് കോപ്പിറൈറ്റ് ഇട്ട് കാണാനുണ്ട്. അങ്ങനെ ഇതാ ഇത്രക്കുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. ഞങ്ങളുടെ ഖത്തറിലെ ആദ്യത്തെ പെരുന്നാൾ ഇതാ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ വെടിക്കെട്ട് കാണാൻ വന്നിട്ട് വെടിക്കെട്ടൊന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ ഇത്രക്കുള്ള. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാല് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഇനി നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.